വില്ലാളി വീരനായ അർജുനൻ്റെയും ധീരയും സർവ അസ്ത്ര ശസ്ത്ര പ്രയോഗത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഉലൂബി എന്ന നാഗറാണിയുടെയും ഒരേ ഒരു പുത്രനും അവരുടെ ഇരുവരുടെയും ധീരത ചേർന്ന് അതിവിശിഷ്ടനായ അസ്ത്രപ്രയോഗത്തിൽ പിതാവിനെയും സഹോദരനായ അഭിമന്യുവിനെയും പോലെ തന്നെ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരുവൻ. കുരുക്ഷേത്രത്തിന്റെ 8-ാം നാൾ മൃത്യുവരിച്ച അർജുനപുത്രൻ ഇരാവാൻ. ഏകാന്തവാസവേളയിൽ ഗമിച്ച അർജുനൻ നാഗകന്യകയും വിധവയുമായ ഉലൂബിക്ക് ജീവിതം കൊടുത്തു. അവളിൽ ഇരാവാൻ എന്ന കുഞ്ഞു പിറവി കൊണ്ടു. ശേഷം അർജുനൻ അവിടെ നിന്നും ഗമിച്ചു. പിന്നീടുള്ള കാലം അത്രയും ഇരാവാൻ വളർന്നത് മാതാവായ ഉലൂബിയുടെ തണലിലായിരുന്നു. അവൾ ധനുർവിദ്യയിലും സർവവിദ്യകളിലും അഗ്രഗണ്യയായിരുന്നു. അതിനാൽ തന്നെ അവൾ പുത്രനെ വേണ്ട വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു. അവനെ വളർത്തി. പാർത്ഥൻ എന്ന അർജുനനെ പോലെ തന്നെ ധനുർവിദ്യയിൽ അഗ്രഗണ്യനായി വളർന്നു ഇരാവാൻ. കൂടാതെ അർജുനനെ പോലെ തന്നെ 36 ലക്ഷണങ്ങൾ എന്ന ലക്ഷണശാസ്ത്രം പറയുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരു പുരുഷനുമായിരുന്നു ഇരാവാൻ. അവൻ ഒരിക്കൽ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടുന്നത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇത്ര തിടുക്കത്തിൽ അസ്ത്രങ്ങൾ രാഗമിനുക്കുന്നത് അർജുനപുത്ര? ഇരാവാൻ പറഞ്ഞു, വരാനിരിക്കുന്ന മഹായുദ്ധത്തിൽ പിതാവിനെയും ഇളയ പിതാക്കന്മാരെയും ജ്യേഷ്ഠ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും സഹായിക്കാനായി തനിക്ക് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ഗമിക്കേണ്ടതുണ്ട്. എന്നാൽ സർവഭൂതകാരകനായ ഭഗവാന് എല്ലാം അറിയായിരുന്നു. അതിനാൽ തന്നെ ഇരാവാൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ യുദ്ധത്തിന് അതിശീഘ്രം പര്യവസാനമുണ്ടാകുമെന്ന കാരണത്താൽ അദ്ദേഹം ഇരാവാനെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം യുദ്ധം എത്ര ദിവസം നീണ്ടു നിൽക്കേണ്ടതുണ്ടെന്നും ആരൊക്കെ എപ്പോഴൊക്കെ ആരുടെയൊക്കെ കൈകളാൽ മരിക്കേണ്ടതുണ്ടെന്നും എന്നെല്ലാം വിധിയാകുന്നു. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഇരാവാനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പിന്തിരിയാൻ അർജുനപുത്രന് കഴിയുകയുണ്ടായിരുന്നില്ല. അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അവനോട് അരുളി, നമ്മുടെ പ്രിയ തോഴനായ അർജുനപുത്ര ഇരാവ, നീ യുദ്ധത്തിൽ പങ്കെടുത്തുകൊള്ളുക. എന്നാൽ നീ യുദ്ധക്കളത്തിൽ വന്നുകൊള്ളുക. എന്നിരുന്നാലും നീ ആയുധങ്ങൾ എടുക്കുകയോ യുദ്ധതന്ത്രങ്ങൾ ആർക്കും ഉപദേശിച്ച് നൽകുകയോ അരുത്. മറിച്ച് അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ശിരസ് ചിതറിപ്പോകും എന്ന് ശ്രീകൃഷ്ണൻ അരുളി. എന്നാൽ അധീരനായ ഇരാവാൻ വാസുദേവന്റെ കൽപ്പനയായതിനാൽ തന്നെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ യുദ്ധം അരങ്ങേറി. അങ്ങനെ രണഭൂമിയിൽ ഇരാവാന് വെറും കാഴ്ചക്കാരനായി നിലകൊള്ളേണ്ടതായി വന്നു. അങ്ങനെ യുദ്ധത്തിന്റെ 8-ാം നാളെത്തി. ദുര്യോധനന്റെ സുഹൃത്തായ അലംഭൂഷൻ എന്ന മാന്ത്രികൻ അർജുനനോട് യുദ്ധം ചെയ്തു. എന്നാൽ അവന്റെ മായാവിദ്യാ പ്രയോഗത്തിൽ അർജുനൻ അവനോട് പരാജയപ്പെട്ട് ക്ഷീണിതനായി തേർത്തട്ടിൽ ഇരുന്നു പോയി. എന്നാൽ ഇത് കണ്ട് ഇരാവൻ, പിതാവേ, അലംഭൂഷനെ കീഴ്പ്പെടുത്തേണ്ടത് ഇപ്രകാരമാകുന്നു എന്നും പറഞ്ഞ് തന്ത്രം പറഞ്ഞു നൽകി. അവൻ ഒരു വേളയിൽ വാസുദേവൻ തനിക്ക് നൽകിയ പരിധി മറന്നുപോയി. തന്നെ അവൻ മറന്നുപോയി. എന്നാൽ നാളെ സൂര്യോദയം വരെ മാത്രം ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഇരാവൻ അലംഭൂഷനെതിരെ യുദ്ധം ചെയ്തു. ശേഷമുള്ള കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അർജുനപുത്രൻ ഉലൂബിനന്ദൻ ഇരാവാൻ ശിരസ് തകർന്നുകൊണ്ട് തൽക്ഷണം മരിച്ചു.